ഞാൻ കുറച്ചതിന് മുമ്പേ വന്നുള്ളൂ. നിങ്ങളിപ്പോൾ എറണാകുളത്തും ട്രിവാൻഡ്രത്തും നല്ല മീഡിയ ഗ്രൂപ്പ് ഉണ്ടല്ലോ എറണാകുളത്ത് പോലെ. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഫിലിം ഫെസ്റ്റിവൽ കാണണം. വരാൻ കുറെ നാളെ ആഗ്രഹിച്ചാണ്. ഈ വർഷത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം, ഇഷ്ടപ്പെടാത്ത പടം ഏതൊക്കെയാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഉള്ളൊഴുക്കം, മലയാളത്തിലാണ്. ഇഷ്ടപ്പെടാതെ പോയതാണ് അത് കുറേ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു മൂവി പറയാൻ പറ്റില്ല. ഇപ്പം എന്തറിയില്ല, ഇപ്പം പുഷ്പ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പുഷ്പ ടു അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പടം ഭയങ്കര ഹിറ്റാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ആസ്വാദനം നിലവാരം താഴ്ന്നിരിക്കുകയാണ്. മാസ് മസാല മൂവീസ് മറിയാണ്. എനിക്കും ഇതുപോലത്തെ ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോഴാണ് ശരിക്കുള്ള സിനിമ കാണുന്നത്. ഇതൊക്കെയാണ് റിയൽ മൂവീസ്, എസ്തറ്റിക് മൂവീസ് ഇതൊക്കെയാണ്. ഞാൻ ഇപ്പോൾ അവൻ ക്വസ്റ്റ്യൻ ചോദിച്ചു, എൻ്റർടൈൻമെൻറ്റ് മാത്രമാണോ? എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, മെസ്സേജ് കൊടുക്കില്ല മെയിൻ തിങ്. എന്തായാലും ഇവിടെ വേറെ പ്രിയസ് സാറിനെ സംസാരിക്കാൻ പറ്റി. ലാസ്റ്റ് സാർ വരുമോയെന്ന് അറിയില്ല. ഞാൻ പുള്ളിയുടെ ബറോസിനെ ആരും ചോദിച്ചു. എന്തായാലും എറണാകുളത്ത് ഇതുപോലെ ഫിലിം ഫെസ്റ്റിവൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനത്തെ ഫിലിം ഫെസ്റ്റിവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇവിടെ കാണാൻ യഥാർത്ഥ സിനിമ, നമ്മൾ തിയേറ്ററിൽ കാണാനല്ല. ശരി എന്നാ. മലയാളി ഓഡിയൻസ് ലോജിക്കില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല, പണ്ടുപോലും അങ്ങനെയാണ്. പക്ഷേ ഇത് തെലുങ്കിലും ഹിന്ദിയിലും വന്നിട്ട് ഓടുന്നത്, കാരണം അവിടുത്തെ ഓഡിയൻസ് അങ്ങനെയാണ്. പുഷ്പ 1 ഫിലിം നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകാത്ത അല്ലു അർജുൻ എന്തിനാണ് നാഷണൽ അവാർഡ് പുഷ്പ 1 കൊടുത്തതാണ്. ഫാദറിന് ഈ സിനിമയിൽ വളരെ മോശമായിട്ട് കാഴ്ചവെച്ചിരിക്കുകയാണ്. ഫാദർ നല്ലൊരു എമർജിങ് ആക്ടറാണ്, മെത്തേഡ് ആക്ടറാണ് ഫാദർ. നമ്മൾ നാച്ചുറൽ മെത്തേഡ് എല്ലാം പറ്റുന്നത് ലാലേട്ടനാണ്. ലാലേട്ടൻ്റെ ഇനി കുറേ നല്ല സിനിമകൾ വരുന്നുണ്ട്. അടുത്ത വർഷം എന്തായാലും ഇനി ലാലേട്ടൻ നല്ല ടൈമാണ്. ഇപ്പോൾ തുടർ വരെ നല്ല മൂവിയാണ്. എമ്പുരാൻ പ്രതീക്ഷയുണ്ട്, തുടരും പ്രതീക്ഷയുണ്ട്. പിന്നെ കുറച്ചുകൂടി ലാലേട്ടൻ മമ്മൂക്കയിൽ ചെയ്യുന്ന പോലെ എക്സ്പീരിയൻസ് മൂവീസ് ചെയ്യണമുണ്ട്. കാതല അങ്ങനത്തെ മൂവീസ്. അങ്ങനത്തെ പുള്ളി ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നുണ്ട്. പുതിയ തുടരുമല്ല സൗദി വെള്ളിക്കൽ ചെയ്ത ആളാണ്. എന്തായാലും വരട്ടെ, ബറോസ് നല്ല മൂവി ആവട്ടെ. നാളെ ഏതെങ്കിലും സിനിമ ഞാൻ ഇന്ന് കാണണം. എനിക്ക് കുറച്ച് മൂവീസ് കാണണമുണ്ട്.